നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചു. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. 6 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്ക് ജംഗ്ഷനിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളായ മലപ്പുറം കോട്ടക്കൽ ശ്രീവർഷത്തിൽ ദേവനന്ദൻ, പാലക്കാട് ശേഖരിപുരം ശ്രീവിഹാറിൽ ശ്രീദേവ് വത്സൻ, കോട്ടയം ചേനാട് കരിങ്കുഴിക്കൽ ആയുഷ് ഷാജി, ലക്ഷദ്വീപ് ആന്ത്രോത്ത് പക്രിച്ചിയപുര PP മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ വെങ്ങര പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാറിലുണ്ടായിരുന്ന 11 പേരും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ്, കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുഹസിൻ മുഹമ്മദ്, കൊല്ലം പോരുവഴി മുതുപ്പിലാക്കൽ കാർത്തികയിൽ ആനന്ദ് മനു, എറണാകുളം കണ്ണൻകുളങ്ങര പാണ്ടിപ്പറമ്പ് ലക്ഷ്മി ഭവനിൽ ഗൗരി ശങ്കർ, എടത്വ സ്വദേശി ആൽവിൻ ജോൺ, തിരുവനന്തപുരം മരിയനാട് ഷെയ്ൻ ഡെൻസ്റ്റൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. എല്ലാവരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 15 ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു. കനത്ത മഴയ്ക്കിടെ ഇന്നലെ രാത്രി 9:20 അപകടം. ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോകുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാർ നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. വണ്ടാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് സഹപാഠികൾ പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള ടവേര കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര. കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നതായി RTO AK ദിലു പറഞ്ഞു. കിട്ടിയിരുന്നെങ്കിൽ വണ്ടി തെന്നിപ്പോയാൽ നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റിയേനെ. ഇത് ഇമ്പാക്റ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല. അതായത് എല്ലാം വണ്ടി തന്നെ കിട്ടി. എല്ലാം കിട്ടിയത് ആ വണ്ടിയിലുമാണ്. ഇത് അപ്പർ ബോഡി ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഈ കിട്ടിയത് ഒന്നും ഒഴിവായില്ല. വണ്ടി തെറിച്ചു പോയായിരുന്നെങ്കിൽ കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞേനെ. അതിനൊന്നും സാഹചര്യം ഉണ്ടായില്ല. മഴ ഒരു പ്രധാന ഘടകമായി. സ്കിഡിങ്ങിൻ്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ്. പിന്നെ ആൻറ്റി ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടിയല്ല. ഇതിൽ ലോക്കായാലും ഈ പ്രശ്നമുണ്ട്. ഇതിൽ ലോക്കാതിരിക്കാനാണ് വിട്ട് പിടിക്കുന്നത്. ഈ കേസിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പരിചയക്കുറവ് ഉണ്ടാവും. 10-20 വയസ്സുള്ള പയ്യെന്ന് പറയുമ്പം 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല. അത് ചോദിച്ചു. അതായത് 1ാം വർഷം MBBS വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സ് നമുക്ക് പരമാവധി കൂട്ടാം. ഫിറ്റ്നസ് 15 വർഷത്തേക്കുള്ള സ്വകാര്യ വണ്ടിയല്ലേ. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് വാലിഡ്. 2ാം മാസം വരെ ഇൻഷുറൻസ് വാലിഡാണ്. തേർഡ് പാർട്ടി ആയിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുന്നത്. 14 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ. അങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. 14 വർഷം പഴക്കമുള്ള വണ്ടി. വണ്ടിയുടെ ഓവർലോഡിങ്, വണ്ടിയുടെ പഴക്കം, ഇവിടുത്തെ കാലാവസ്ഥ, റോഡിലെ ജലപാളികളുടെ അംശം, ഇവയെല്ലാം ഈ ആക്സിഡൻറ്റിലേക്ക് നയിച്ചു. ഓവർലോഡ് ആയിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 5 പേര് പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പം വണ്ടിയിലൊക്കെ ആയിരിക്കും ഇരുന്നത്. അതൊക്കെ ഇതിൻ്റെ തീവ്രത കൂട്ടി. ആക്സിഡൻറ്റിൻ്റെ തീവ്രത, കാഷ്വാലിറ്റി കൂട്ടിയത് അതൊക്കെയാണ്. ഈ ഓവർലോഡ് പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. മാസ് കൂടിയില്ലേ വണ്ടിയുടെ. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിൽ എഫക്റ്റും കൂടി. ഒട്ടും ചോർന്നു പോയില്ല. ഇതിൻ്റെ കൊളീഷൻ്റെ എഫക്റ്റ് എല്ലാ വണ്ടി തന്നെ കിട്ടി. തെന്നിപ്പോയിരുന്നെങ്കിൽ, തെറിച്ച് പോയിരുന്നെങ്കിൽ, ഒഴുകി മാറിയിരുന്നെങ്കിലൊക്കെ ഇതിനെ കുറയ്ക്കാനായേനെ. പരിക്കുകളോട് രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സംവിധാനം ഇല്ല ഈ വണ്ടിക്കില്ല. നമ്മുടെ പുതിയ വാഹനങ്ങളിലെല്ലാം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം പെട്ടെന്ന് വണ്ടി പിടിച്ചു നിൽക്കരുത്, വിട്ട് പിടിക്കണം. ഈ കേസിൽ അത് വർക്ക് ചെയ്തുകൊണ്ട് വീല് ലോക്കായാൽ പിന്നെന്താ, ഈ വെലോസിറ്റി കാരണം ഇത് ഡ്രാഗ് ചെയ്യും. ഈ ഡ്രാഗ് ചെയ്ത് ഏതാണ്ട് ഒരു സൈഡ് കൊണ്ടാണ് ഇടിച്ചിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലെ പില്ലറിലാണ് ഇടിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പില്ലറിൽ ഇടിച്ചത് കൊണ്ടാണ്, പില്ലർ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ ഇടിച്ചത് കൊണ്ടാണ് ഇമ്പാക്റ്റ് പുറത്തോട്ടില്ല. മറിച്ച് കൊളീഷൻ ആയിരുന്നെങ്കിൽ ഈ വീല് കൊണ്ട് തന്നെ പുറകോട്ട് ഓടിപ്പോയാൻ വേണ്ടി. ഇത് അതിനും സാഹചര്യം കിട്ടിയില്ല. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വാവിട്ടു കരഞ്ഞുകൊണ്ട് കാലിലുണ്ടായിരുന്ന ഒരാൾ എന്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ തന്നെ അവന്റെ ബോധം മറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഭിനന്ദ പറഞ്ഞു.